അരുൺകുട്ടി ദാസ, ഈ തരത്തിലാണ് ഈ നിലപാടിനെ താങ്കൾ സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ച് വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചാണ് ദീപിക ദിനപത്രത്തിൽ ഇപ്പോൾ ലേഖനം വന്നിരിക്കുന്നത്. സമൂഹത്തിന് ദോഷകരമായ അവകാശവാദങ്ങൾ എതിർക്കണം എന്ന് തന്നെയാണ് ഈ ലേഖനം വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അതെ. സാമാന്യനീതിയിലും ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിലും വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഭരണഘടന നിർദ്ദേശിക്കുന്ന തത്വങ്ങൾക്കെല്ലാം സമ്പൂർണ്ണമായി വിരുദ്ധമായി ഒരു മതവിഭാഗത്തിന് അനിയന്ത്രിതമായിട്ടുള്ള ഭൂമിക്ക് മേൽ അവകാശങ്ങൾ നൽകുന്ന മട്ടിലാണ് നമ്മുടെ രാജ്യത്തെ വഖഫ് നിയമം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് സ്വമേധയാ വഖഫ് ഭൂമിയായി മാറുകയും അത് വഖഫ് ഭൂമി അല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ മുകളിൽ വരികയും ചെയ്യുന്ന തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഒരു വഖഫ് നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നിങ്ങൾക്കറിയാം, വഖഫ് ആക്ടിലെ സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡിന്റെ ഭൂമിയാണോ അത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് മറ്റൊരു ഏജൻസിക്കല്ല നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ മുകളിൽ കോടതികൾക്ക് പോലും ജുറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയുന്നു. വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ അത് പരിശോധിക്കണമെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ കേസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് സാധാരണ സിവിൽ കോടതികളിൽ കേസ് കൊടുക്കാൻ സാധിക്കില്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനമാണെങ്കിൽ അന്തിമമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ഒരു സാധാരണക്കാരന്റെ ഭൂമി നാളെ വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ഭൂമിയാണെന്ന് തെളിയിക്കാൻ അയാൾ കേസ് കൊടുക്കണം. അല്ലാണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വഖഫ് ബോർഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ബാധിക്കപ്പെടുന്ന ആളുടെ മുകളിലാണുള്ളത്. ഇത് വളരെ വിചിത്രമായിട്ടൊരു നിയമമാണ്. ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഇന്ന് രാജ്യത്ത് ഏതാണ്ട് 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ഭൂമിയായി മാറിയിരിക്കുകയാണ്. അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള ആൾ വഖഫ് ബോർഡാണ്. 3ാമത്തെ ലാൻഡ് ഓണറാണ് ഇന്ത്യയിലെ.